പിന്നെ ഇതിലേക്ക് വരുന്നതാണ് സ്പ്രിങ്. ഈ സോഫന്റെ മെയിൻ ഘടകമാണ് ഈ സ്പ്രിങ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഗേജ് വരുന്ന സ്പ്രിങ് ആണ്. പോക്കറ്റഡ് സ്പ്രിങ്ങും കാര്യങ്ങളും വരുന്നത്. സാധാരണ പോക്കറ്റഡ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ വിചാരം ഓരോ ഫോമിന്റെ ഓരോ മൂലക്കൽ സ്പ്രിങ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത്. അങ്ങനെയല്ല. ഈ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് സ്പ്രിങ് വരുന്നത്. ഇത് നമുക്ക് ഒരു ലെയർ 7 സ്പ്രിങ്ങും കാര്യങ്ങളും തന്നെ. ഈ പോക്കറ്റ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 മൂല കട്ട് ചെയ്തിട്ട് ഫോമിൻ്റെ മൂല കട്ട് ചെയ്തിട്ട് അതിലേക്ക് സ്പ്രിങ് ഇറക്കി വെക്കുക ചെയ്യുക. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ അതിൽ മുകളിൽ ഞാൻ സൈഡ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്പ്രിങ്ങിൻ്റെ ക്വാളിറ്റി നമ്മളെല്ലാവരും സ്പ്രിങ്ങിന് 5 ഇയർ വാറൻറ്റി കൊടുക്കണം. സ്പ്രിങ്ങിന് കംപ്ലയിൻറ്റ് വരും എന്നുള്ളതിനല്ല. ഈ സ്പ്രിങ്ങിൻ്റെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതാ കയറി നിൽക്കാൻ ഈ സ്പ്രിങ്ങിന് ഒന്നും സംഭവിക്കില്ല. നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. ഈ സ്പ്രിങ് കയറിക്കാൻ കഴിയില്ല, കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ, ഈ ബെൽറ്റിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചാടുക. 100% ഉറപ്പാണ് ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുമ്പോൾ ബെൽറ്റിന് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പം ബെൽറ്റിന് ഒരിക്കലും അതിന് കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ ബെൽറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതാണ് ബെൽറ്റ് വരുന്നത്. ഇങ്ങനെയൊക്കെ ലെയറായിട്ട് ലെയറായിട്ട് നമ്മൾ ബെൽറ്റ് വെക്കണോണ്ട് തന്നെ ബെൽറ്റിന് ഫസ്റ്റ് ടൈം ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ ചാടി നിന്നാലും ചാടി കളിച്ചാലും രണ്ടാൾ കയറി നിന്നാലും ബെൽറ്റിന് കംപ്ലൈൻറ്റ് വരില്ല. ഞാൻ അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കാര്യമാണ് കാണിച്ചത്. സ്പ്രിങ്ങിനും കംപ്ലൈൻറ്റ് വരില്ല. നമ്മൾ സ്പ്രിങ്ങിനായാലും ബെൽറ്റിനായാലും പ്ലൈക്കായാലും വുഡിനായാലും നമ്മളെല്ലാത്തിനും വാറൻറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു സോഫ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോഫയും കാര്യങ്ങളും അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇവിടുന്ന് കട്ടിങ്ങും കാര്യങ്ങളും പീസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ സോഫ അടിക്കലാണ് നമ്മൾ മെയിൻ. പിന്നെ ക്ലോത്തും കാര്യങ്ങളും നമ്മളിവിടെ ബൾക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. ക്ലോത്തൊക്കെ കസ്റ്റമറുടെ എൻക്വയറി പ്രകാരം കസ്റ്റമർ ഏത് ക്ലോത്താണ്, ഏത് കമ്പനി ക്ലോത്താണ് വരുന്നത്, ആ കമ്പനി ക്ലോത്തിലേക്ക് നമ്മൾ ക്ലോത്ത് കസ്റ്റമറിൻ്റെ എൻക്വയറി പ്രകാരം നമ്മൾ വാങ്ങിച്ചാൽ ക്ലോത്ത് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യില്ല. ഞാൻ പിന്നെ ഫോമിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ഫോം ഇത് ഡെൻസിറ്റി കുറഞ്ഞ ഫോമാണ്. ഈ ഡെൻസിറ്റി കുറഞ്ഞ ഫോം യൂസ് ചെയ്യുന്നത് നമ്മൾ ചാരിൻ്റെ ഭാഗത്തേക്കാണ്. ചാരിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഡെൻസിറ്റി കുറഞ്ഞ ഫോമായി. ഡെൻസിറ്റി കൂടിയ ഫോം എന്ന് പറഞ്ഞാൽ 32 ഡെൻസിറ്റി കൂടിയ ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇരിക്കുന്ന ഭാഗത്താണ്. ഇരിക്കുന്ന ഭാഗത്ത് കൂടിയ ഡെൻസിറ്റി ഫോമും ചാരിൻ്റെ ഭാഗത്ത് 28 ഡെൻസിറ്റി 20 ഡെൻസിറ്റി ഒക്കെ ഫോം മതി. ഇരിക്കുന്ന ഭാഗത്താണ് നമുക്ക് 32 ഡെൻസിറ്റി ഫോമും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഡിസൈൻ മാറ്റുമ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറി വരുന്നത്. അപ്പോൾ തന്നെ അതിന് വലിയ വ്യത്യാസങ്ങളുമായിട്ടുണ്ട്.